ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് മതിയായ രീതിയിൽ മറുപടി നൽകിയിട്ടില്ല എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വ്യക്തമാണ്. കേരളത്തെ അപേക്ഷിച്ച് തൃശ്ശൂരിൽ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വളരെ നാളുകൾക്ക് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായി വളരെ നാളുകളുടെ മൗനത്തിന് ശേഷം ഇന്ന് പറഞ്ഞത് ചില വാനരന്മാർ ഉന്നയിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ്. ഈ തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടടക്കമുള്ള പ്രശ്നങ്ങളിൽ CPM-ന് കാര്യമായ വേവലാതി ഇല്ല എന്നുണ്ടോ? കാരണം മുഖ്യമന്ത്രിയൊന്നും ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം CPM നേരിടുന്നുണ്ട്. എന്താണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിശദീകരണവും തൃശ്ശൂരിലെ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും താങ്കളുടെ ടേക്ക്? ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ ദേശീയ അധികാരം നിലനിർത്താൻ രാജ്യത്തെ ഒരു സ്വേച്ഛാധിപത്യ വാഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ വളരെ സമർത്ഥമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നതാണ് BJPയുടെ പ്രഖ്യാപിത നയം. BJP എന്ന് പറയുന്നത് RSS നയിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒരു പാർട്ടിയാണ്, ഒരു NDA എന്ന് പറയുന്ന RSS ആണ് അതിനെ നയിക്കുന്നത്. RSSൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയിൽ ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനവും സുതാര്യമായി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമില്ല. അത്തരം സംവിധാനങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് RSSൻ്റേത്. നമുക്കെല്ലാവർക്കും അറിയാലോ, ഈ ഗാനേഷ് കുമാറിനെ പോലുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഇദ്ദേഹത്തെപ്പോലുള്ള ഒരാളെ, തങ്ങൾ പറയുന്നത് കേൾക്കുന്ന ഒരാളെ, അമിത്ഷായുടെ സഹകരണ മന്ത്രാലയത്തിൽ നിന്നാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ പദവിയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെപ്പോലുള്ള ഒരാളെ ഈ ഇലക്ഷൻ കമ്മീഷനായിട്ട് നിയമിക്കാൻ കഴിയാവുന്ന ഇലക്ഷൻ കമ്മീഷനുടെ നിയമനത്തിനുള്ള പാനലിൽ, അതിൻ്റെ കമ്മിറ്റിയിൽ അതിന് തന്നെ ഭേദഗതി കൊണ്ടുവന്നവരാണ് അവർ. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ഇതിൽ അംഗമായിരിക്കണം ഈ പാനലിൽ, ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ. അത് മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും എന്ന് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒരു IAS കാരനും. അപ്പം സെലക്ഷൻ കമ്മിറ്റിയെ ഈ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാനുള്ള കമ്മിറ്റിയിൽ തന്നെ ഭരണഘടനാ ഭേദഗതി വരുത്തി താങ്കൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഈ ഗാനേഷ് കുമാറിനെ പോലുള്ള ആളുകളെ കൊണ്ടുവരാനുള്ള ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾ. അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ BJPയുടെ ഒരു സബ് കമ്മിറ്റി പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ, അതിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. ഉയർന്നു വന്ന ഒരൊറ്റ ആരോപണത്തിനും മറുപടി പറഞ്ഞിട്ടില്ല. വളരെ ഗൗരവാവഹമായ ആരോപണങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ഉയർന്നു വന്നത്. ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അത് രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു വിഷയത്തിനും മറുപടി പറയാതെ ഈ ആരോപണം ഉന്നയിച്ച ആള് ഭരണഘടനയോ ഇലക്ഷൻ കമ്മീഷനെയോ അഭിമാനിക്കുകയാണ്, അദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഭീഷണി മുഴക്കിയത്. അപ്പോൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ, തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാക്കുന്ന, അങ്ങേയറ്റം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ബീഹാറിൽ നടക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ BJPക്ക് എതിരവാൻ ഇടയുള്ള എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അത് അവരുണ്ടാക്കി വച്ചിരിക്കുന്ന പൗരത്വ നിയമവുമായിട്ട്, NRC ആയിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് നടത്തിയിരിക്കുന്ന വിശദീകരണത്തോടുകൂടി ഇവിടെ രാജു P. നായർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യം കൃത്യമാണ്. അവർ കൃത്യമായ സംഘപരിവാർ അജണ്ടയിൽ നിന്നുകൊണ്ട് BJP ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസൃതമായ രീതിയിലാണ് നീങ്ങുന്നത്. ഒന്നിനും അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയധികം വ്യാജ എൻട്രികൾ ഉണ്ടായത്? ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയട്ടെ. അതിനെന്താ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ? രാഷ്ട്രീയ പാർട്ടികളുടെ ഈ BLA-മാരുടെ ശ്രദ്ധക്കുറവാണ്. ആ സമയത്ത് അവസരമുണ്ടായിരുന്നു, അവർക്ക് വ്യാജ എൻട്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. അതൊരവസരമാണ്, ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ജനങ്ങളോട് പറയുന്നതാണ്, അവർ നിയമിച്ച BLO-മാരുണ്ടല്ലോ, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, വോട്ടർ പട്ടിക വെരിഫൈ ചെയ്യാനും അത്തരം നടപടികളിലൂടെ ഈ വോട്ടർ പട്ടിക കൃത്യമാക്കാൻ, സത്യസന്ധമാക്കാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണ്. ഇലക്ഷൻ കമ്മീഷൻ ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ എന്ത് വീഴ്ചയാണ് വന്നത്? എങ്ങനെയാണ് ഇത്ര വ്യാജ വോട്ടുകൾ, വ്യാജ എൻട്രികൾ ഉണ്ടായത്? തൃശ്ശൂരിൽ തന്നെ ഒരു വീട്ടിൽ, ആ വീട്ടിലെ ഒരു ഏകാംഗം ഒറ്റ വോട്ടറേ ഉള്ളൂ, പ്രസന്ന എന്ന സഹോദരി. ആ സഹോദരി എന്താ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ 10 വോട്ടുകൾ ചേർത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല. നാട്ടിൻ്റെ പല ഭാഗത്തുള്ള BJPക്കാരെയൊക്കെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് വോട്ടർമാരാക്കുകയല്ലേ ചെയ്തത്? ഈ വ്യാജ എൻട്രി എങ്ങനെയാണ് ഉണ്ടായത്? അതിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷന്റെ സമ്മതത്തോടു കൂടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിയത്? അതിന് ഉത്തരവാദികളാരാണ്? അത് തിരുത്താൻ തയ്യാറാകുമോ? അതിൽ നടപടിയെടുക്കാൻ തയ്യാറാകുമോ? ഈ കാര്യത്തിന് മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ്. എങ്ങനെയാണ് ഇത്ര എൻട്രി ഉണ്ടായത്?
ആ വ്യാജ എൻട്രികളുടെ കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി പ്രതിദാനം ചെയ്യുന്ന വാരാണസിയിൽ വോട്ടുള്ള ഒരു ആദിത്യ ശ്രീവാസ്തവ ബാംഗ്ലൂർ സെൻട്രൽ വോട്ടറാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വോട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ബാംഗ്ലൂർ സെൻട്രൽ വോട്ടറായത്? ഇതാരാണ് ഇങ്ങനെ ചേർത്തത്? ഇത് വളരെ ആസൂത്രിതമായ സംഘടിതമായ ഇലക്ഷൻ കമ്മീഷന്റെയും കൂടി സഹായത്തോടു കൂടി ചെയ്ത ഒരു വ്യാജ എൻട്രിയാണ്. ഇതിനെതിരായിട്ട് നടപടി വേണം, ഇത് അന്വേഷിക്കണം. വളരെ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടത് എന്താണ്? ഞങ്ങൾ ഇത് അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അന്വേഷിക്കാമെന്ന് പറയുന്നതിന് പകരം എന്താണ്? ഇത് ഉന്നയിച്ച ആള് ഇത്തരം ആരോപണം ഉന്നയിച്ച് ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനത്തെയും അവഹേളിക്കുകയാണ്, അപമാനിക്കുകയാണ് ചെയ്തത്. അതൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു BJPയുടെ സബ് കമ്മിറ്റി പറയുന്നത് പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചത്. ഇത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം എത്തപ്പെട്ട അപകടകരമായ ഒരു സന്ധിയാണ് കാണിക്കുന്നത്. ആ അപകടകരമായ സന്ധി ഉയർന്നു വരുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് CPM ഇത് വളരെ നേരത്തെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് ഞാനും ഗോപികൃഷ്ണനുമൊക്കെ ഇന്ത്യ ടുഡേ ഈ കാര്യം പുറത്തു കൊണ്ടുവന്ന് വായിച്ചില്ലേ? എത്ര ഓൺലൈൻ മാധ്യമങ്ങൾ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വോട്ടുകൾ ചേർക്കുന്നുണ്ട്, വോട്ട് അപഹരണം നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യത്തെ കൃത്യമായി പഠിച്ച് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് മാധ്യമങ്ങളെ വിളിച്ച് പത്രസമ്മേളനത്തിലൂടെ കൃത്യമായി വോട്ടർമാരുടെ പേര്, ക്രമനമ്പർ എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെപ്പോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഭരണഘടനാപരമായ ഒരു പദവിയാണ്. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണത്തിന് കൃത്യമായ മറുപടി പറയണം. മറുപടി പറയാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്ത്.